നമ്മൾ രഹസ്യമായിട്ട് ആരും അറിയണ്ടെന്നേ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും മാരക രോഗം നമുക്ക് പിടിപെടൂല. ആ രോഗം പിടിപെട്ടാലുണ്ടല്ലോ കുടുംബം തകരും, സമാധാനം തകരും, ജീവിതമാകെ നശിച്ചടങ്ങാറായി പോവും. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടണ്ടേ? നമുക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമില്ല നിങ്ങൾക്ക്? അള്ളാഹു കാവൽ നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പി ആവണം കേട്ടോ. ഒരു മാരക രോഗം, ആ രോഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മുടെ ജീവിതം തകർക്കും, നമ്മുടെ ശരീരം തകർക്കും, നമ്മുടെ മനസ്സ് തകർക്കും, ദുനിയാവ് തകർക്കും, ആഖിറം തകർക്കും, എല്ലാം തകർത്ത് കളയുന്ന അതിമാരകമായ രോഗം. ആ രോഗത്തിന് അത്ഭുതം നിറഞ്ഞൊരു മരുന്നുണ്ട്. പഠിക്കണ്ടേ? നമുക്ക് ഒന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതായത് എൻ്റെ കൽബിലേക്ക് എൻ്റെ റബ്ബിനെ കിട്ടണമെന്ന ബോധ്യത്തിൽ വേണം നിൽക്കാൻ. നമുക്ക് ആ ക്ലാസ് ഒന്ന് കേട്ടാലോ? മനസ്സറിഞ്ഞ് നമുക്ക് ഒരുമിച്ചൊന്ന് കേൾക്കാം, നമുക്കൊന്ന് പഠിക്കാം. ആ മാരക രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊക്കെ ഒരു രോഗമുണ്ട്, ഒരു അസുഖം. ഈ അസുഖത്തിന് പുറത്ത് മരുന്ന് പുരട്ടിയിട്ട് കാര്യമില്ല, ഉള്ളിലേക്ക്. ഫോർ എക്സാമ്പിൾ, ചില നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ശരീരത്തെ എവിടെയെങ്കിലുമൊക്കെ ചൊറിച്ചിൽ വന്നു, ഒരുപാട് ഡെർമറ്റോളജിസ്റ്റുകളെ നമ്മൾ കണ്ടു. എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളുകൾ ഇത് വെയിൽ കൊണ്ട് ഉണ്ടാകുന്നതാണ്, ഈ മരുന്ന് പുരട്ടിയാൽ മതി, മാറിപ്പോയിക്കോളും എന്ന് പറഞ്ഞ മരുന്ന് തന്നു. തേക്കും, മാറും, പിന്നെയും വരും. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ ഇത് ഇത്രയും മരുന്ന് പുരട്ടിയിട്ട് മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിലെ പ്രയാസത്തിന് പുറത്ത് മരുന്ന് തേച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് പ്രയാസമുള്ളത്. അള്ളാഹു എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നു പോകണമെങ്കിൽ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കണം. ഏതാണ് ആ മാർഗം? നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കണില്ല എവിടെയാണെന്ന്, പക്ഷെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമുക്ക് മുൻപേ കഴിഞ്ഞു പോയ ആളുകൾ, അതായത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തും സ്വഹാബത്തിനെ പിൻപറ്റിയവരും ഏതുകൊണ്ടാണോ രക്ഷപ്പെട്ടത്, അതുകൊണ്ടേ നമ്മളും ആ മരുന്ന് കണ്ടുപിടിക്കണം. അത് ഏതായിരുന്നു ആ മരുന്ന്? അത് കണ്ടുപിടിച്ചാൽ നമ്മളും രക്ഷപ്പെടും. ഇപ്പൊ ഇസ്ലാമിലൊരു തത്വമുണ്ട്, ലാ യുസ്ലിഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. ആദ്യകാലത്ത് രക്ഷപ്പെട്ടവര് എന്തുകൊണ്ടാണോ രക്ഷപ്പെട്ടത്, അതുകൊണ്ടല്ലാതെ നമ്മളും. അതെന്താണ് എന്തായിരുന്നു അവരുടെ വഴി? പരിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ട്, സൂറത്ത് തൗബയുടെ 100-ാമത്തെ ആയത്താണ്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. വസ്സാബിഖൂനൽ അവ്വലൂൻ, പൂർവികരായ മുൻഗാമികൾ ഇല്ലേ? അതിലെല്ലാവരും പെടൂല. അതായത് പൂർവികർ എന്ന് പറയുമ്പോൾ ബനു ഇസ്രായേലികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, തോന്നിവാസികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ? ഇവരൊന്നും പെടൂല. മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബത്ത്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിന്തുടരുന്നവരും. 2 വിഭാഗം പറഞ്ഞു, ഒന്ന് സ്വഹാബത്തും അവരെ പിന്തുടരുന്നവരും. ഈ 2 പേര് രക്ഷപ്പെടുള്ളൂ. റളിയല്ലാഹു അൻഹും, അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടു, അവര് അള്ളാഹിനെ തൃപ്തിപ്പെട്ടു. അപ്പൊ മുൻഗാമികളായ സ്വഹാബികള്, അവരെ പിന്തുടർന്നവര്, ഈ 2 പേർക്കുമാണ് സ്വർഗമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ മുൻഗാമികള് എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? എന്തായിരിക്കും അവരുടെ വഴി? രക്ഷപ്രാപിച്ചവർ 2 വിഭാഗം എന്ന് പറഞ്ഞു, ഒന്ന് സ്വഹാബത്തും പിന്നെ മറ്റൊന്ന് സ്വഹാബത്തിനെ പിന്തുടർന്നവരും.
അപ്പൊ ഏതാണ് അവരെ രക്ഷപ്പെടുത്തിയ ആ ഘടകം? എന്താണ്? ആർക്കെങ്കിലും അറിയോ? നിസ്കാരം അല്ല, നോമ്പ് അല്ല, സക്കാത്ത് അല്ല, ഹജ്ജ് അല്ല, സ്വതക്ക അല്ല. ഇതൊന്നും രക്ഷയുടെ വഴിയായി ആര് കണ്ടിട്ടില്ല? സ്വഹാബത്ത് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? സ്വഹാബത്ത് രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിച്ച കർമ്മത്തിൽ എന്തില്ല? നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, സ്വതക്കയിലൊന്നുമില്ല. അപ്പൊ അത് ലക്ഷ്യം എന്താണ്? ലക്ഷ്യം വേറെ, മാർഗം വേറെ. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ പള്ളിയിലേക്ക് എന്തിനു വന്നതാ? നിസ്കരിക്കാനും ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാനും വന്നതാണ്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഏതാണ്? ഖുർആൻ ക്ലാസ് ആണ്, അല്ലെങ്കിൽ നിസ്കാരമാണ്. നിങ്ങൾ നടന്നു വരുന്നു, അത് നിങ്ങളുടെ മാർഗമാണ്. അല്ലെങ്കിൽ വാഹനം ഉപയോഗിച്ച് വരുന്നു, വാഹനം നിങ്ങളുടെ മാർഗമാണ്. അല്ലെങ്കിൽ വേണ്ട, വരുന്ന വഴിക്ക് നിങ്ങൾ അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ വന്നാണ്, ചായ കുടിക്കണം. അപ്പൊ ഒരാൾ ചോദിച്ചു, എടാ എന്താ പരിപാടി? ദേ ഒരു ചായ കുടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ നിങ്ങൾ പറയോ? ശരിക്കും നിങ്ങൾ എങ്ങോട്ട് വന്നതാ? പള്ളിയിലേക്ക് വന്നപ്പോ ക്ഷീണം മാറ്റാനായിട്ട് നിങ്ങൾ ഒരു ചായ കുടിച്ചു, അല്ലെങ്കിൽ സർബത്ത് കുടിച്ചു. ലക്ഷ്യം അതാണോ? ലക്ഷ്യം എവിടെയാണ്? അപ്പൊ നിസ്കാരമല്ല നമ്മുടെ ലക്ഷ്യം. നിസ്കാരത്തിലൂടെ നമുക്ക് പോകേണ്ട ഒരു സ്ഥലമുണ്ട്, നിസ്കാരത്തിലൂടെ കിട്ടേണ്ട ഒരു സാധനമുണ്ട്, നോമ്പിലൂടെ കിട്ടേണ്ട ഒന്നുണ്ട്, സക്കാത്തിലൂടെ കിട്ടേണ്ട ഒന്നുണ്ട്. അതെന്താണത്? എന്താണത്? സ്വഹാബത്തിന്റെ ലക്ഷ്യം ഹൃദയം പരിശുദ്ധമാക്കലാണ്. നിസ്കാരം കൊണ്ട് നമുക്ക് ക്ലിയർ ആകേണ്ടത് നമ്മുടെ ഹൃദയമാണ്, ഖൽബാണ്. നോമ്പ് കൊണ്ട് ക്ലിയർ ആകേണ്ടത് നമ്മുടെ, കാരണം ഈ ശുദ്ധമായ ഖൽബിലെ ആരെ കാണാൻ പറ്റുള്ളൂ? അതാണ് അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി വബൈതുഹുൽ മഅമൂറു ഫിൽ ഇൻസാനി. അൽ ഖൽബ്, എല്ലാ ഹൃദയമല്ല. ഈ നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, സക്കാത്ത് കൊണ്ട്, ഷഹാദത്ത് കൊണ്ടൊക്കെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയം അർശുല്ലാ, അള്ളാഹുവിന്റെ അർശാണ്. ഇതായിരുന്നു സ്വഹാബത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളായിരുന്നു എന്തൊക്കെ? അപ്പൊ നിസ്കരിക്കാതെ രക്ഷപ്പെടാൻ പറ്റൂല. അപ്പൊ വെറുതെ നിസ്കരിച്ചാൽ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യോ? പറ്റൂല. നിസ്കാരം ക്ലിയർ ആകണം. ആ നിസ്കാരത്തിലൂടെ ലക്ഷ്യത്തില്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നിങ്ങൾ എന്തിനാ ജോലിക്ക് പോണത്? പൈസ ഉണ്ടാക്കാനോ? എന്തിനാ? സാത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, സാത്തിനോട് ഒരാൾ ചോദിക്കാണ്, സാത്തെ ഈ ജോലിക്ക് ഈ ടെക്കാത്തിൽ ഇങ്ങനെ കിടന്നോടി, അതുപോലെ തന്നെ H&H ആണോ, എന്താണ് അപ്പോ H&M ആണ്, ഓക്കെ, അതെങ്ങനെ കിടന്ന് ഓടുന്നതിന്റെ ലക്ഷ്യം എന്താണ്? പൈസ ഉണ്ടാക്കാൻ. ലക്ഷ്യം എന്താണെന്ന്? കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ, അല്ലേ? അവർക്കൊരു പ്രയാസം ഉണ്ടാക്കരുത്, അല്ലേ? നമ്മളോട് ചോദിക്കണം, എന്താണ് പരിപാടി? എന്താ? നാളെ ഒന്ന് മറ്റേ അവിടെ പോയി ഇങ്ങനെ പണിയെടുത്ത് കുറെ നേരം ഇരിക്കണം. ആ പണിയിൽ വല്ല സന്തോഷം ഉണ്ടാവോ? ഇതിലൊരു സന്തോഷം, ഇതിൽ ഹാപ്പി ഹോർമോണുകൾ വർക്കൗട്ട് ആകണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാറണം. ലക്ഷ്യം എന്താ? ഞാനിവിടെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാലേ എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി ജീവിക്കൂ, എനിക്ക് ഇസ്സത്തോടെ ജീവിക്കാനായിട്ട് അള്ള തന്നൊരു വഴിയാണെന്ന് അതിനെ കാണുമ്പോഴാണ് അതിൽ നമുക്ക്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ സഹോദരിമാര് 2 തരമുണ്ട്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളുകൾ 2 വിഭാഗമുണ്ട്. കിച്ചണിൽ, അല്ലേ, ഹൗസ് വൈഫായ ആളുകൾ. ഒരു വിഭാഗം സന്തോഷത്തോടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവരാണ്, അല്ലേ? അവരുടെ ഉദ്ദേശം എന്താണ്? നല്ല ഭക്ഷണം ഉണ്ടാക്കണം, ഭർത്താവിനെ സന്തോഷിപ്പിക്കണം, മക്കളെ. അവര് ഭയങ്കര സന്തോഷമായിരിക്കും, കാരണം അവർക്ക് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓക്സിറ്റോസിനും ഡോപ്പമൈനും നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ റിലീസായിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് അവരുടെ പണിയൊക്കെ തീരും. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, അവരോട് ചോദിക്കാം, നാളെന്താടി പണി? എന്തുട്ട് പണിയടി, രാവിലെ തൊടല് വൈകുന്നേരം വരെ അടുക്കളയിൽ തന്നെയാണ്. അവർക്ക് ആരോഗ്യം ഉണ്ടാവൂല, മാനസിക ആരോഗ്യം ഉണ്ടാവൂല, ശാരീരിക. എത്ര കിടന്ന് ഓടിയാലും അവരുടെ തടി കുറയൂല, മാനസികമായി അവരൊട്ടും ആരോഗ്യമുള്ളവരാകൂല. കാരണം എന്താ? സ്ട്രെസ്സാണ്. സ്ട്രെസ്. അടുക്കളപ്പണി മാത്രമേ എനിക്കുള്ളൂ, ഞാൻ എന്തിനീ കഷ്ടപ്പെട്ട് കിടന്നുണ്ടാക്കണത്? ഈ ചിന്തയോടുകൂടെ ജോലി ചെയ്യുമ്പോൾ ഉള്ളില് കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ ആണ് റിലീസ് ആവുക. കോർട്ടിസോൾ ഇങ്ങനെ കൂടുമ്പോ ടെൻഷൻ 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 ടെൻഷൻ. മാർഗം, അതായത് ലക്ഷ്യം നന്നായാല്
മാർഗം നന്നായാലും ലക്ഷ്യം നന്നാവും. രണ്ടും കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ടും മോശമായി കഴിഞ്ഞാലോ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവോ? നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഇന്ന് വരെ നിസ്കരിച്ചിട്ട് നമുക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? അതിപ്പോ ഏതുപോലെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന വഴിക്ക് പള്ളിയിലൊന്ന് കയറിയ പോലെയാണ്. അതാണ് നമുക്ക് സമാധാനം കിട്ടാത്തതേ. പറയുന്ന മനസ്സിലാവും നമുക്ക്? അതാണ് നമ്മൾ ഉച്ചക്ക് പറഞ്ഞത്, ഉസല്ലി സ്വലാത്തുൽ മഅരിബി സലാസ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ. അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നു. അല്ലാഹുക്ക് വേണ്ടി എന്ന് പറഞ്ഞാല് അള്ളാനെ കിട്ടാൻ വേണ്ടി നിസ്കരിക്കലാണ്. അങ്ങനെ അള്ളാനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു വക്തെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? അങ്ങനെ നിസ്കരിച്ചാൽ ആരെ കിട്ടും? അല്ലേ? ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവൾക്ക് ആരെ കിട്ടും? ഭർത്താവിനെ കിട്ടും. അടുക്കളപ്പണി ചെയ്ത് എട്ടങ്ങേറാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അടുക്കളപ്പണി കിട്ടും, ആ കർമ്മം കിട്ടും, സന്തോഷം കിട്ടുമോ? നമ്മൾ ഈ ജോലി ചെയ്യണത് പൈസ എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. എന്നാൽ കുടുംബത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഓടുകയാണെന്നുള്ള കൂടിയൊക്കെ കിട്ടുന്നതിൽ സമാധാനം ഉണ്ടാവും. അപ്പൊ മാർഗമാണ് ഈ പറഞ്ഞ സംഗതിയൊക്കെ. ഇതിനെയൊക്കെ സ്വഹാബത്ത് വളരെ നിസ്സാരമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം അവരുടെ ലക്ഷ്യം ലിഖാ ഉല്ലാഹ്, ആരെ കാണലാണ്? അള്ളാനെ കാണണമെങ്കിൽ കൽബ് പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇതുപോലെ തന്നെ നിസ്കാരം നന്നാകണം, നോമ്പ് നന്നാകണം, ഹജ്ജ് നന്നാകണം. ഇതിലൂടെയൊക്കെ നമ്മുടെ കൽബ് ശുദ്ധിയാകണം. ത്വഹാറത്തുൽ കൽബായിരുന്നു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ലക്ഷ്യം. ആ കൽബ് നന്നായി കിട്ടിയാൽ കൽബിൽ അവൻ അള്ളാനെ കാണാൻ പറ്റും. അള്ളാനെ കാണുക എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ ആസ്വദിക്കാൻ പറ്റും. അവന് പിന്നെ അധികാരികളെ പേടിക്കേണ്ടി വരൂല, ഒരുത്തന്റെ ഈ തിണ്ണ നിറങ്ങാൻ പോകേണ്ടി വരൂല. അവൻ അള്ളാന്റെ അടിമയായി കഴിഞ്ഞു. ആരായി കഴിഞ്ഞു? അവൻ അന്തസ്സുള്ളവനായി മാറും. മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം ആരുടെ അടിമയായിരുന്നു? അള്ളാന്റെ അടിമയായിരുന്നു അല്ലേ? ആ ഒരു ബന്ധം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാം കരഞ്ഞോ? അതായത് ആ അടിമയുടെയും ഉടമയുടെയും ഇടയിലേക്ക് ഒരാൾക്ക് പോലും പ്രവേശനം ഉണ്ടോ? കാരണം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇടയിൽ ആര് വരുന്നുണ്ട്? സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാം. ജിബ്രീൽ എന്താ ചോദിക്കണേ? ഇബ്രാഹിം നബി എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഇത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ഇടപാട്, അങ്ങോട്ട് മാറിക്ക് ജിബ്രീലേ അല്ലേ? ആ ബന്ധത്തിന്റെ തീവ്രതയാണ്. ഇപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പുള്ള വന്നിട്ട് എന്തുട്ടാ വാപ്പി പറഞ്ഞേ? അത് ഉമ്മയും വാപ്പി അറിയേണ്ട സംഗതിയാണ്, നീ എങ്ങനെ അറിയണ്ടടാ? അത് പുള്ളക്ക് മനസ്സിലാവൂല. അത് പുള്ളേനോട് പറയേണ്ട കാര്യമല്ല, അത് ജിബ്രീലിനോട് പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കാരുണ്ട്? ഹസ്ബി അല്ലാഹ്. എന്നാ ജിബ്രീലിനോട് പറയല് തെറ്റാണോ? തെറ്റൊന്നുമല്ല. ബന്ധത്തിന്റെ തീവ്രതയാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഉടമസ്ഥനുമായി കണക്ഷൻ കിട്ടിയാൽ എന്ത് പരീക്ഷണം വന്നാലും അവൻ സന്തോഷത്തോടെ നിലനിൽക്കും. ഇതാണ് നമ്മൾ 5 വഖത്തിലും ഫാത്തിഹയിൽ ഓതുന്നത്. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എന്താ അതിന്റെ അർത്ഥം? എന്താ നിങ്ങൾ പറഞ്ഞേ? അതിന്റെ ഒരർത്ഥം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മൾ ഉദ്ദേശ അർത്ഥമൊന്നുമല്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ ചൊവ്വായ പാതയിൽ നയിക്കണം. ഏതാണ് ആ പാത? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാല് അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ. ഏതാ അനുഗ്രഹിച്ചവര്? ആദ്യത്തെ അനുഗ്രഹിക്കപ്പെട്ടവരാരാ? പ്രവാചകന്മാരാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ നോട്ടത്തില് ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ വല്ല സന്തോഷം ഉണ്ടായിരുന്നു? നമുക്ക് മനസ്സിലായില്ല. അയ്യൂബ് നബി രോഗത്തിലായിരുന്നു. മൂസാ നബിയുടെ പിന്നാലെ ഫിർഔൻ ഉണ്ടായിരുന്നു. ഖലീലുല്ലാഹിയുടെ പിന്നാലെ നമ്രൂദ് ഉണ്ടായിരുന്നു. ഈസാ നബിയുടെ പിന്നാലെ ജൂതന്മാരുണ്ടായിരുന്നു. സുഖം ഉണ്ടായിരുന്നു നമ്മുടെ നോട്ടത്തില്? സുലൈമാൻ നബിക്ക് അതിലേറെ അടങ്ങിയറായിരുന്നു. അധികാരം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇല്ലാത്ത പരീക്ഷണത്തെക്കാളും കൊടുത്ത പരീക്ഷണമാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സാധനം. അതായത് സമ്പത്തില്ലാത്തവന് ചോദ്യം കുറയും, സമ്പത്ത് കൂടുന്തോറും പരീക്ഷണത്തിന്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് സൂക്ഷിക്കണം എന്നാണ്. അപ്പൊ എല്ലാ നബിമാരും പരീക്ഷിക്കപ്പെടുക. ഇതാണ് പടച്ചോനോട് നമ്മൾ ചോദിക്കണത്. എന്താ ചോദിക്കണേ? പടച്ചോനെ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നബിമാരെ ഇടങ്ങേറാക്കിയതുപോലെ എന്നെ ഇടങ്ങേറാക്കണേ. എന്നിട്ട് കടം വരുമ്പോ നീ എന്നെ ഇടങ്ങേറാക്കിയല്ലോ പടച്ചോനെ. എന്തുട്ട് വർത്താനാണത്? 5 വക്ത് നമ്മൾ പടച്ചോനോട് ചോദിച്ചു മേടിക്കണം. എന്തുട്ടാ? നിങ്ങൾക്ക് മനസ്സിലായില്ല. 5 നേരം പടച്ചോനോട് നമ്മൾ ചോദിക്കണം. എന്താ എന്നിട്ട് ചോദിക്കണേ? നബിമാരുടെ വഴി ഞങ്ങൾക്കും തരണേന്നാണ്. നബിമാരുടെ വഴി എന്താ? എട്ടങ്ങേറ് പിടിച്ച വഴിയായിരുന്നു.
ഇതാണ് നമ്മൾ ഈ ചോദിക്കണത്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോഴേക്ക് 4 5 വക്ത് നിസ്കരിച്ചിട്ട് നീ എന്നെ ഇടങ്ങേറാക്കിയില്ല പഠിച്ചോനെന്ന് എന്നവിടെ തിരിച്ചറിയേണ്ട ഒരു സാധനമുണ്ട്. ഏതാണ് ആ വഴി? ഈ പരീക്ഷണങ്ങൾ നേരിട്ടപ്പോ നബിമാരെ സ്വീകരിച്ച നിലപാട്, ആ നിലപാടിലേക്ക് എന്നെ എത്തിക്കണമെന്നാണ് സിറാത്തൽ ലദീന അൻഅംത. അതാണ് ആ വഴി. എന്താണ്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം വന്നപ്പോ അൽഹംദുലില്ലാ എന്തു പറഞ്ഞു? അൽഹംദുലില്ലാ. മൂസാ നബി പരീക്ഷിക്കപ്പെട്ടപ്പോ അൽഹംദുലില്ലാ. ആഴക്കടലിലേക്ക് യൂനുസ് നബി വലിച്ചെറിയപ്പെട്ടപ്പോ ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ എനിക്ക് ആരുമില്ല. ഈ അൽഹംദുലില്ലാ എന്ന ബോധ്യത്തിൽ നിൽക്കാൻ കഴിയലാണ് സിറാത്തുൽ മുസ്തഖീം, നബിമാരുടെ വഴി, സ്വാലിഹീങ്ങളുടെ വഴി, ഔലിയാഇന്റെ വഴി, അംബിയാഇന്റെ വഴി. അപ്പൊ അവരെല്ലാം പരീക്ഷണം നേരിട്ടപ്പോ അൽഹംദുലില്ലാ പറഞ്ഞു നിന്നു. നിനക്കും അതുപോലെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്നിൽ ഫാത്തിഹ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇല്ലേ? ഫാത്തിഹ കിട്ടിയിട്ടില്ല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതിന്റെ ബാഹ്യമായ ഒരർത്ഥമാണത്. ഒരുപാട് വിശാലാണ്. അതാണ് ഖുർആൻ. നമ്മൾ കേവലം പരിഭാഷയിൽ വായിച്ചതൊന്നും കിട്ടൂല. അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ പാത തീർന്ന് എന്തുട്ടയിൽ ഇപ്പൊ പഠിക്കാനുള്ള നമുക്ക്? ആഴങ്ങളിലേക്ക് ഖുർആനിനെ വായിക്കണം. അള്ളാഹുവിന്റെ ഔലിയാ ചിന്തിച്ചതുപോലെ അവരുടെ പിന്നാലെ നടക്കാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് ഖൽബൊന്ന് തുറന്നു കിട്ടുക. അള്ളാഹ് അനുഗ്രഹിച്ചവർ ഏതെല്ലാം പ്രയാസം നേരിട്ടപ്പോ അൽഹംദുലില്ലാ പറഞ്ഞു നിന്നിട്ടുണ്ടോ? നിനക്കും പ്രയാസം വരുമ്പോ, നിനക്ക് രോഗം വരുമ്പോ നീ അൽഹംദുലില്ലാ പറഞ്ഞ നീ അയ്യൂബ് നബിയുടെ മാർഗത്തിലാണ്, അല്ലേ? കടക്കണിയിൽപ്പെട്ട് മുമ്പിൽ ആത്മഹത്യയില്ലാതെ വഴിയില്ലാത്തൊരവസരം വരുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നിലനിൽക്കാൻ പറ്റിയാൽ നീ യൂനുസ് നബിയുടെ മാർഗത്തിലാണ്. കഴിഞ്ഞ ദിവസം വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവം അരങ്ങേറിയില്ലേ? ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. പലിശയിലൊക്കെ പോയി പെട്ടുപോയി, മരണപ്പെട്ടുപോയി മനുഷ്യൻ. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പലിശ എന്ന് പറയുന്നത് ഒരു തിന്മ തന്നെയാണ്. പക്ഷെ മനുഷ്യന്റെ സാഹചര്യം വളരെ മോശമായ പതിൽ പോയി പെട്ടുപോയ മനുഷ്യനാണ്. അള്ളാഹു തിന്മകൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മൾ പെട്ടുപോകരുത് പലിശയിലൊന്നും. വലിയ അപകടമാണത്. അവസാനം നമ്മുടെ ഈമാനും കൊണ്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ടായിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ ആ ഉസ്താദിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എവിടുന്ന? എത്രയാ അദ്ദേഹത്തിന്റെ ശമ്പളം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ കേരളത്തില് ഉസ്താദുമാരുടെ സാലറി സ്കെയിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്രയുണ്ട്? പൊതുവിൽ പല മഹല്ലുകളിലും വളരെ തുച്ഛമായ ശമ്പളം. എനിക്കറിയാം, തമിഴ്നാട്ടിൽ ഇന്നും മദ്രസയിൽ 6000 രൂപ ശമ്പളം മേടിക്കുന്ന ഉസ്താദുമാരുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോകണ്ട, മലപ്പുറം മലബാർ ഏരിയയിലൊക്കെ 6000-ഉം 7000-ഉം ശമ്പളം മേടിക്കുന്ന ഉസ്താദുമാരുണ്ട്. ഈ 6000-ഉം 7000-ഉം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? 10ഉം 12ഉം കൊല്ലം കിതാബോധി പഠിച്ച് തന്റെ ചെറുപ്പകാലത്തൊന്ന് കളിക്കാൻ പോലും പറ്റാതെ ആ ചെറുപ്പകാലം മുഴുവൻ നഷ്ടപ്പെടുത്തി അള്ളാന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി നിന്നവരവര്. ആ ഉസ്താദന്മാരെ കുറ്റം പറയാനൊക്കെ എല്ലാവരും ഉണ്ടാവും. അവരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അലിഫും ബാവ് പഠിച്ചതും. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഈ ഇത്ര സെറ്റപ്പുള്ള ഒരു മദ്രസ സംവിധാനം ഒന്നും കേരളത്തിന്റെ പുറത്തില്ല. ഒന്ന് ഉത്തരേന്ത്യയിലൊക്കെ പോയി നോക്കണം നമുക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ. ഇവിടെ ഈ ആലിമ്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് അള്ളാന്ന് പറയാൻ പഠിച്ചു. ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് ചെന്ന് നോക്ക്, അള്ളാന്ന് പറയാൻ അറിയാത്ത കുഞ്ഞുങ്ങളെ, വലിയ ആളുകളെ അടക്കം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പള്ളി പണിയൊക്കെ സെക്കൻഡറി ആന്നേ. പള്ളി കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം പള്ളി പണിയലല്ല, ഇൽമിന്റെ വ്യാപനം, ജനങ്ങളിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കലാണ്. ആ ദീൻ എത്തിച്ചു കൊടുക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ട ആളുകൾ, മുമ്പിൽ നിർത്തേണ്ട ആളുകളാണ് ഉസ്താദുമാർ. അവർക്ക് നല്ല സാലറി കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കേണ്ടത് കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ബാധ്യതയാണ്. പിന്നെ ഉസ്താദുമാരോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, മദ്രസയിൽ മാത്രം നിങ്ങൾ ജോലി നോക്കുന്ന ആളുകളാകരുത്. ബാക്കി ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ മറ്റ് ജോലികൾ നോക്കണം. ഈ വഴി എന്ന് പറയുന്നത് ദീനിന് ഖിദ്മത്ത് ചെയ്യാന്നുള്ളൊരു വഴിയാണ്. ഇതൊരു ജോലിയായി മാത്രം ഉസ്താദുമാർ കാണാൻ പാടില്ല ശരിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ എൻ്റെ ഉസ്താദ് പറയും, നിങ്ങൾ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദുമാരുടെ കയ്യിൽ പൈസ വേണം. ഉസ്താദുമാരുടെ കയ്യിൽ പൈസ വേണം എന്ന് പറഞ്ഞാൽ ഉസ്താദുമാര് വേറെ ജോലിക്ക് പോകണം, എന്നിട്ട് അവര് പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യണം. ഇവിടെ നിന്ന് കിട്ടുന്നത് ഹദിയയാണ്, അത് വാങ്ങിക്കോ. പക്ഷെ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ മറ്റൊരു മാർഗമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ദീൻ തുറന്നു പറയാൻ കഴിയൂ എന്ന് മഹാനായ ശംസുൽ ഉലമാഇ നവ്വറല്ലാഹു മർക്കദ അദ്ദേഹം പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് നോക്കേണ്ടതുണ്ടോ? കാരണം അവർ ഈ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു കോളേജ് അധ്യാപകനാണ്.
ഞാൻ സ്കൂളിലൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കോളേജിൽ മാത്രമല്ല, സ്കൂളിൽ നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിലും എത്ര നേരം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നറിയോ? 2 മണിക്കൂർ. നമ്മൾ നോക്കുമ്പോൾ 2 മണിക്കൂറല്ലേ ക്ലാസ് എന്നാണ്. ഈ 2 മണിക്കൂർ ക്ലാസ് എടുക്കാനായിട്ട് എത്ര നേരം വർക്ക് ചെയ്യണം, എത്ര വർക്കൗട്ട് വേണം, നമ്മൾ കാര്യങ്ങൾ നോക്കി വെക്കണം. ഇതിനു വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിലേറെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കുട്ടികൾക്കിടയിൽ ക്ലാസ് എടുക്കുമ്പോൾ. ഈ ഒച്ചപ്പാടിന്റെയും ബഹളത്തിന്റെ ഇടയിൽ നിന്ന് ഓരോ കുട്ടികൾക്കും പ്രത്യേകം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ അത്രത്തോളം സ്ട്രെസ് അവർ അനുഭവിക്കുന്നുണ്ട്. അതിനൊന്നും നമുക്ക് മാർക്കിടാൻ പറ്റൂല. നമ്മൾ അതിലേക്ക് നോക്കിയിട്ട് ആ ഇൽമിന്റെ വ്യാപനത്തെ ഉദ്ദേശിച്ച് നല്ല നിലക്ക് അവർക്ക് നല്ല സാലറി തന്നെ കൊടുക്കാൻ കഴിയണം. നമ്മുടെ കുടുംബം ജീവിച്ചു പോകുന്നത് പോലെ അവർക്കും ജീവിക്കാൻ കഴിയണം. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഉസ്താദുമാർ എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതെപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ദീനിന്റെ ഹാദിമീങ്ങളാണ്. നിങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് മാതൃകയില്ലാത്തൊരു സംഗതിയും പരസ്യമായി സംഭവിക്കാൻ പാടില്ല. തലേക്കെട്ട് കെട്ടിയതിന്റെ പേരിൽ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് അല്ലേ? അപ്പൊ ഹക്കിന്റെ അഹിലുകാര് ധാരാളമുണ്ട്. ഒരുത്തൻ മതിയല്ലോ, മോശമായി പ്രവർത്തിക്കുന്ന ഒരുത്തൻ മതി മൊത്തം ആളുകളുടെയും നിറം കെടാൻ. അള്ളാന്റെ മുമ്പിൽ വലിയ കണക്ക് പറയേണ്ടി വരും. എന്തായാലും നമ്മുടെ ഉലമാഇനെല്ലാം അള്ളാഹു ഇസ്സത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്ന വിഷയം, നമ്മള് അള്ളാനെ അറിഞ്ഞൊരു മനുഷ്യൻ കടക്കണിയിൽപ്പെട്ടാലും പ്രതിസന്ധികൾക്ക് മുമ്പിലും അൽഹംദുലില്ലാ പറയുകയാണെങ്കിൽ അവൻ യൂനുസ് നബിയുടെ. അപ്പൊ ഈ സംഗതി ഫാത്തിഹ വർക്കൗട്ട് ആകണമെങ്കിൽ അല്ലേ ആ ബോധ്യത്തിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടൂലേ? ഇപ്പൊ നിങ്ങളും ചിന്തിച്ചു നോക്കി, പെട്ടെന്നൊരു നടുവേദന വന്നു, ഹോസ്പിറ്റലിൽ എത്തി, ഡോക്ടർ പറഞ്ഞു ഒന്ന് ബയോപ്സിക്ക് അയക്കണം. ക്യാൻസർ ആണെന്ന് റിപ്പോർട്ടൊന്നും വരണ്ട. ബയോപ്സി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ തളരും, നമ്മൾ തകരും, പെട്ടുപോകും. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ മാറ്റണ്ടായ ഒരു സഹോദരൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഗതി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഉസ്താദെ, ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്നപ്പോ ഭാര്യക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു എന്നാണ്. നമ്മുടെ ഖൽബില് അള്ളയുണ്ടെങ്കിൽ, നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ട്, ഭൗതികപരമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ടെൻഷൻ അടിച്ചതുകൊണ്ട് അത് എണീറ്റ് പോവുക രോഗം. അള്ളാഹു തരുന്നതിൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ അതാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ഇതാണ് അൻഅംത അലൈഹിം. ഈ ഫാത്തിഹ കിട്ടലാണ്. കച്ചവടം ഒരു ദിവസം ഭംഗിയാണ് അൽഹംദുലില്ലാ, പിറ്റേന്ന് കച്ചവടം കുറവാണ് അൽഹംദുലില്ലാ, പിറ്റേന്ന് ലാഭം കുറവാണ് അൽഹംദുലില്ലാ, പിറ്റേന്ന് നഷ്ടമാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എല്ലാത്തിലും ഇതാണ് സിറാത്തുല്ലദീന. മഹാനായ ഒരു സ്വഹാബി, അദ്ദേഹം ഫലമ്മ ഹളറഹുൽ വഫാ, അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയം, അബൂ ദുജാന റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോവാണ്. ഭയങ്കര ചിരിയാണ്, ഭയങ്കര ചിരിയാണ്. അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, ഹൈബറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഹുനൈനിൽ പങ്കെടുത്തിട്ടുണ്ട്. യമാമ യുദ്ധത്തിലാണ് അദ്ദേഹം വെട്ടേറ്റിട്ട് ഇങ്ങനെ ഷഹീദാകാൻ കിടക്കുന്നത്. അപ്പൊ ഭയങ്കര ചിരി. വകാന വജ്ഹുഹു യതഹല്ലലു. ഉറക്കം വരുന്നുണ്ടോ? ബോറടിക്കണ്ട ഉണ്ടോ? ഉണ്ടെങ്കിൽ നിർത്താം, അതൊരു 5 മിനിറ്റ് കൂടെ പറയട്ടെ. വഫാത്തിന്റെ സമയത്ത് ഭയങ്കര ചിരി. ഇപ്പൊ എന്തായിരിക്കും? സ്വഹാബത്ത് ചോദിച്ചു, എന്തെങ്കിലും ഇങ്ങനെ ചിരിക്കാൻ കാരണം? എന്തായിരിക്കും ചിരിക്കാൻ കാരണം? അദ്ദേഹത്തിന്റെ ചിരിയുടെ കാരണം ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ഞാൻ ബദരീങ്ങളിൽപ്പെട്ട ആളാണ് എന്നോർത്താണോ ചിരിച്ചത്? ശരിക്കും അങ്ങനെ ചിരിക്കാൻ വകയുണ്ട്. കാരണം എന്താ? ബദറിൽ പങ്കെടുത്തവർക്ക് അല്ലാഹ് എല്ലാം പുറത്തു കൊടുത്തു. പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാല് അവർ ചെയ്യാൻ പോകുന്ന തെറ്റ് പോലും അള്ളാഹു പുറത്തു കൊടുത്തു. ആഖിബ് റളിയല്ലാഹു അൻഹു, ആഖിബ് റളിയല്ലാഹു അൻഹു രാജ്യദ്രോഹ കുറ്റം ചെയ്തു. സ്വഹാബിയാണ്, ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. മൂപ്പരെന്ത് ചെയ്തു? മദീനയുടെ രാജ്യരഹസ്യങ്ങള് മക്കയിലേക്ക് ഒറ്റുകൊടുത്തു. സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിയിൽ വഹിയും കൊണ്ടുവന്നു. സ്വഹാബത്ത് പിടിച്ചു കെട്ടി മുമ്പിൽ കൊണ്ടുവന്നു. ഉമർ പറഞ്ഞു, ദഅനി, ഇങ്ങോട്ട് വിട്ടു നബി, അവന്റെ തല ഞാൻ എടുക്കട്ടെ. വേണ്ട ഉമറേ, അലൈസ മിൻ അഹ്ലിൽ ബദർ, ഒരു ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. അതിനെന്താ നബി, ബദരീങ്ങളിൽപ്പെട്ട ഈ തോന്നിയാസല്ലേ, രാജ്യദ്രോഹ കുറ്റാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഇന്ന് ചോദിക്കുക, ഇന്ത്യയുടെ രഹസ്യം പാകിസ്ഥാനിലേക്ക് ഒറ്റുകൊടുത്തു കഴിഞ്ഞാല് രാജ്യദ്രോഹല്ലേ? അതുപോലെ മദീനയുടെ രഹസ്യം മക്കയിലേക്ക് ഒറ്റുകൊടുത്താണ് മൂപ്പര്. ബദരീങ്ങളാണെങ്കിൽ എന്താ നബി? ബദരീങ്ങളിൽപ്പെട്ട ആളാണ് ഉമറും റളിയല്ലാഹു അൻഹു. അതിനെന്താ നബി, തല ഞാൻ എടുക്കട്ടെ. അലൈസ മിൻ അഹ്ലിൽ ബദർ യാ ഉമർ, വേണ്ട ഉമറേ, മൂപ്പര് ബദരീങ്ങളിൽപ്പെട്ട. അതിനെന്താ നബി? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫറത ലഹും. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അവരോട്, നിങ്ങൾ തോന്നിയതൊക്കെ ചെയ്തോ, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തുപെട്ട് തന്നിട്ടുണ്ട്, അള്ളാഹ് നിങ്ങൾക്ക് പുറത്ത് തന്നിട്ടുണ്ട്. ബദരീങ്ങൾക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. നിങ്ങൾ മരിക്കണതുവരെ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ പുറത്ത് തന്നിട്ടുണ്ട്. തെറ്റ് ചെയ്യൂല, അത് വേറെ വിഷയം, സ്വഹാബത്തല്ലേ. പക്ഷെ അള്ളാഹ് കൊടുത്ത ഓഫറാണ് അവർക്ക്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ബദരീങ്ങൾ ചെയ്യാൻ പോകുന്ന തെറ്റുപോലും
കാരണം 3 ഇരട്ടി വരുന്ന സൈന്യത്തോട് കയ്യിലൊരു വാളും കത്തി പോലും ഇല്ലാതെ, ഒരു ബ്ലേഡ് പോലും ഇല്ലാതെ അള്ളാനെ മാത്രം മുൻനിർത്തി യുദ്ധത്തിനിറങ്ങിയവരാണ് സയ്യിദുന അഹ്ലുൽ ബദർ റളിയല്ലാഹു അൻഹും. എന്തായിരുന്നു അവരുടെ കയ്യിലെ സാധനം? ഈമാനായിരുന്നു, അള്ളാഹുവിലുള്ള യഖീനായിരുന്നു, സിറാത്തൽ ലദീന അൻഅംത അലൈഹിമിലായിരുന്നു അവരുള്ളത്. അപ്പൊ ഇതൊന്നുമല്ല മൂപ്പരെ സന്തോഷിപ്പിച്ചത്. പിന്നെന്താ, ഉഹദില് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ പടയണി പോലെ നിന്നു, പടയങ്കി പോലെ നിന്നു. നേരെ വരുന്ന അമ്പൊക്കെ ഇവരിങ്ങനെ ശരീരം കൊണ്ട് ഇങ്ങനെ തടഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. പക്ഷെ ഇതൊന്നും അല്ല മൂപ്പരെ സന്തോഷിപ്പിച്ചത്. മൂപ്പര് പറയാണ്, കുൻതു ലാ അതകല്ലമു ഫീമാ ലാ യഅനിനി വകാന ഖൽബി ലിൽ മുസ്ലിമീന സലീമ. 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്റെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മരിക്കാൻ നേരത്തെ ചിരിക്കുകയാണ്. ഒരു കാര്യം എന്താ, എന്റെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തൊന്നും. നമ്മുടെ വീട്ടിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാവണത് എപ്പോഴാ? ആരെങ്കിലും ഒരാള് ആവശ്യമില്ലാത്തത് പറയുമ്പോഴാണ്, അല്ലേ? ചില ഈ മാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ അള്ള ഇഷ്ടപ്പെടാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മരിക്കാൻ നേരത്ത് പറയണേ. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഞാനൊരു സ്വാലിഹായ മനുഷ്യനെ കണ്ടു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിന് കരയാണ്. ഇങ്ങനെ ഏതാണ്ട് 70 ചില്ലാന വയസ്സുണ്ട്. അദ്ദേഹം കരയാണ്. അപ്പൊ ഞാൻ എന്തിനാ കരയുന്നത്? അപ്പൊ അദ്ദേഹം വലിയ അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാനായിരുന്നു. വഫാത്തായി പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തുമാറാകട്ടെ. അപ്പൊ അദ്ദേഹനോട് പറഞ്ഞു, മോനെ ഷാഫി, എടാ ഞാൻ 33 കറാഹത്ത് ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടടാ, എനിക്ക് പേടിയാവുന്നതാണ്. ഹറാമല്ല. എത്ര കറാഹത്ത്? എന്നിട്ട് മൂപ്പര് ഓരോ കറാഹത്തിനും 1000 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. 1,00,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി ദുആർന്നിട്ടുണ്ട്. ഒരു കറാഹത്തിന് പകരം തൗബയായിട്ട് 1000 റക്അത്ത് നിസ്കരിച്ചു. ഒരു കറാഹത്തിന് പകരം 1,00,000 ഖുൽ ഹുവല്ലാഹു ഓതി. അങ്ങനെയുള്ള മനുഷ്യൻ നിന്ന് കരയണം, അള്ളാഹിനോട് ഞാൻ കറാഹത്ത് ചെയ്തു പോയില്ലേ. 33 കറാഹത്ത് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടെന്നാണ്. നമ്മൾ എണ്ണിയ ഹറാമ് എണ്ണാൻ പറ്റും നമുക്ക്? അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചാൽ ഇങ്ങനെയാണ്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വഴക്കിടാറില്ലേ? നിങ്ങൾ ഇല്ലേ? ഉടക്കൊക്കെ ഉണ്ടാവാറില്ലേ? ഉടക്കുണ്ടാവുമ്പോ 10 കൊല്ലം മുമ്പ് നടന്ന സംഗതി വരെ അവൾ ഓർത്ത് പറയൂലേ? അല്ലേ? ഇപ്പൊ നടന്നത്, എന്നാലും നിങ്ങൾ അന്ന് എന്നോട് അങ്ങനെ ചെയ്തില്ലേ? എന്തേ? അവള് ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നീ ചെയ്തതും അവള് ചെയ്തതും ഒക്കെ അവളുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് അള്ളാഹിനോട് ചെയ്ത തെറ്റുകളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കുന്നില്ല. അവിടെയാണ് വിഷയം വരും. കുൻതുല അച്ചക്കല്ലമു മാ ലാ യഅനിനി. മോശമായതൊന്നും എൻ്റെ നാവുകൊണ്ട് മോശം. നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ശപിക്കരുത് കേട്ടോ. എപ്പോഴും പറയുന്ന സംഗതിയാണ്. കുഞ്ഞുങ്ങളെന്നും മോശമായിട്ട് നീ നന്നാവൂലട്ടോ അങ്ങനത്തെ ഒന്നും പറഞ്ഞു വരുത് കേട്ടോ. ഈ പഠിപ്പിക്കാനിരിക്കുന്ന ഉമ്മമാര് വലിയ പാടാ അത്. ഒടുക്കത്തെ പണ്ടാരണങ്ങാനായിട്ട് ഒരിക്കലും പറയരുത്. ഉമ്മാടെ നാവാണ്, വാപ്പാടെ നാവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, വകാന ഖൽബി സലീമ. എന്റെ ഹൃദയം ക്ലീനാണ്. എനിക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും വൈരാഗ്യമില്ല, ആരോടും ഒരു മോശത്തരവും ഞാൻ ചിന്തിച്ചിട്ടില്ല. സയ്യിദുന അബൂ ദുജാന റളിയല്ലാഹു. പിന്നെ എന്തിനാ പേടിക്കണം? എന്റെ കൽബിൽ അള്ളയാണ്. ചിരിച്ചോണ്ട് മരിക്കണമെങ്കിൽ കൽബില് ആര് വേണം? അതാണ് നമ്മളെ പാട്ടൊന്ന് പഠിക്കുക. അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ള ഉണ്ടാകണം. അള്ള ഉണ്ടോ? കൽബ് ക്ലീനാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ദീനാർ, ഓർക്കം വരുന്നോ? എവിടെ ഒരു തളർച്ച ഉണ്ടോ? സുഫിയാൻ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അബൂ ബിശ്ർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, ഈ സ്വഹാബത്തിന്റെ ഇബാദത്തൊക്കെ എങ്ങനെയായിരുന്നു? ശ്രദ്ധിക്കണം കേട്ടോ, സ്വഹാബത്തിന്റെ ഇബാദത്തൊക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ അബൂ ബിശ്ർ തങ്ങൾ പറയണം, കാനു യഅമലൂന യസീറൻ. വളരെ കുറച്ച് സ്വഹാബത്ത് ഇബാദത്ത് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവർക്ക് ഭയങ്കര കൂലിയായിരുന്നു. വളരെ കുറച്ച്. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലല്ലോ കേട്ടേക്കണം ഉസ്താദെ, സ്വഹാബത്തൊക്കെ ഭയങ്കര, അവർ കുറച്ച് ഇബാദത്ത് ചെയ്തിട്ടുള്ളൂ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇബാദത്ത് ചെയ്തതുപോലെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചെയ്തിട്ടില്ല. മനസ്സിലായോ? സ്വഹാബത്ത് വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവർക്ക് കിട്ടിയ പ്രതിഫലം എത്രയോ ഇരട്ടിയാണ്. 3 സ്വഹാബത്ത് റസൂലുള്ളാന്റെ ഇബാദത്ത് നോക്കാൻ വന്നു. ഇത് റസൂലുള്ള കുറച്ചാണല്ലോ ചെയ്യണുള്ളൂ, അത് അള്ളാന്റെ ഹബീബല്ലേ, അപ്പൊ അത് തന്നെ വേണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പാപികളാണ്. അപ്പൊ ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ പെണ്ണ് കെട്ടൂല, ഞാൻ ലൈഫ് ലോങ് ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചു.
ഇപ്പൊ മറ്റേ സ്വഹാബി പറഞ്ഞു ഞാൻ രാത്രി ഉറങ്ങൂല, രാത്രി മൊത്തം നിസ്കരിക്കും. മൂന്നാമത്തെ ആൾ പറഞ്ഞു ഞാൻ പകലൊക്കെ നോമ്പ് പിടിക്കും, ഞാൻ പട്ടിണി കിടന്നിട്ട് ഇബാദത്ത് ചെയ്യും. ഇപ്പൊ റസൂൽ ഇടപെട്ടു, മക്കളെ ഞാൻ പെണ്ണും കെട്ടും, രാത്രി ഉറങ്ങും, രാത്രി നിസ്കരിക്കും, രാവിലെ നോമ്പും പിടിക്കും, നോമ്പ് ഒഴിവാക്കും, ഭക്ഷണവും കഴിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇതായിരുന്നു മുത്തുനബി. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിന്ന് നിസ്കരിച്ച സംഭവം നമ്മൾ പറഞ്ഞു. കാലിൽ നീര് വന്ന് വീർത്തു. അതിന് റസൂലുള്ള പരാതി പറഞ്ഞിട്ടുണ്ടോ? നബിതങ്ങളാണോ പറഞ്ഞത് കാലിൽ നീര് വന്ന് വീർത്തു എന്ന്? അല്ല, ആരാ പറഞ്ഞു നമ്മളോട്? ആയിഷ ബീവിയാണ്. റസൂലുള്ളാഹിക്ക് അതിൽ പരാതിയില്ലല്ലോ, നബിതങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം പ്രണയത്തിൽ ലയിച്ചു നിൽക്കാൻ ആരോട്? അല്ലാഹുവിനോട്. അതൊരു പ്രയാസാണോ? എന്തായിരുന്നു കാരണം? വകാനൂ യഅലമൂന യസീറാ വയുഅജ്റൂന കസീറാ. വളരെ കുറച്ച് മാത്രം ഇബാദത്ത് ചെയ്തവരാണ് സ്വഹാബത്ത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെയ്താൽ പോരാ, കാരണം നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഉള്ളത് ഖൽബ് ക്ലീൻ ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രമേൽ ലിമാദ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവർക്ക് അത്ര പ്രതിഫലം കിട്ടാൻ കാരണം? ലിസലാമത്തി സുദൂരിഹിം, അവരുടെ ഖൽബ് ക്ലീൻ ആയിരുന്നു. ആ ഖൽബിൽ ആരുണ്ടായിരുന്നു? അതായത് ഖൽബ് ക്ലീൻ ആണെങ്കിൽ ഒരു നായക്ക് നീ വെള്ളം കൊടുത്താലും നേരെ സ്വർഗത്തിൽ പോകും. ഖൽബ് ക്ലീൻ അല്ലേ? നിന്റെ കുടുംബം വിറ്റ് ദാനം ചെയ്താലും അല്ലാഹ് അത് സ്വീകരിക്കൂല. മനസ്സിലായോ? ഖൽബ് ക്ലീൻ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അസൂയ ഉണ്ടെങ്കിൽ ഒരു മലയോളം നമ്മൾ അമല് ചെയ്തിട്ടുണ്ടെങ്കിലും മൊത്തം തീ വിറകിനെ തിന്നുന്നത് പോലെ ഇപ്പൊ ഖൽബ് ക്ലീൻ ആയില്ലെങ്കിൽ നെഗറ്റീവ് അടിക്കും. ഖൽബ് ക്ലീൻ അല്ല ഒരാളുടെ, അയാൾ മറ്റുള്ളവരുടെ അസൂയുള്ള കണ്ണോടുകൂടിയാണ് വരുന്നത്. ദുഹർ നിസ്കരിക്കുമ്പോഴത്തേക്കും ആ ദുഹർ മുഴുവൻ അസൂയ കരിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ആ ദുഹർ എന്തിനാ? ആ തഹജ്ജുദ് എന്തിനാ? ആ ദാനം എന്തിനാ? അപ്പൊ എവിടെ ക്ലീൻ ആകണം? ഖൽബ് ആരുടെ അർശാകണം? അല്ലാഹുവിന്റെ അർശാകണം. അപ്പൊ അതിനുള്ള പണി എന്തൊക്കെയാണ്? ഇനി ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ എല്ലാ ആഴ്ച നിങ്ങൾ ഉണ്ടാവൂലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതാണ് മാരക രോഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ? ഖൽബിൽ പടച്ചോനില്ലാതിരിക്കുക. അതായത് ഖൽബ് ശുദ്ധിയാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഖൽബിൽ അള്ളാഹിനോടുള്ള പ്രണയം ഉണ്ടാകുക എന്നുള്ളതാണ് അല്ലേ? അള്ളാഹ് ഖൽബിലില്ലാതെ പോകലാണ് ലോകത്തെ ഏറ്റവും മാരക രോഗം. ക്യാൻസറും ട്യൂമറൊന്നുമല്ല. ഏറ്റവും മാരക രോഗം ഖൽബിൽ അള്ളാഹു ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഖൽബ് ക്ലീൻ ആക്കാനുള്ള വഴിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഒലിവിനെ അറബിയിൽ പറയുന്നത് എന്താണെന്നാണ്. സെയ്ത്തൂൻ എന്നാണ് അല്ലേ? ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, ഈ സെയ്ത്തൂൻ ഒലീവിനെ അള്ളാഹു സത്യം ചെയ്തത് ഏത് സൂറത്തിലാണ്? ഏത് സൂറത്തിലാണ് അള്ളാഹു ഒലീവിനെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതി മറക്കണ്ട. ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞതല്ലേ, കഴിയുന്നവരൊക്കെ ഏറ്റെടുക്കണം കേട്ടോ. പേടിയാണ് ഉസ്താദന്മാരുടെ വിഷയമൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇല്ലേ നമ്മൾ ഈ പറഞ്ഞതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഉസ്താദന്മാർക്കെന്നല്ല ആർക്കും അങ്ങനെ മോശം ചിന്തകൾ വരാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കഴിയുന്നവരൊക്കെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുക. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണയല്ല. ഈ ഖൽബൊന്ന് തുറന്ന് ക്ലീനാക്കി തരണയല്ല. നിന്നോടുള്ള പ്രണയം തരണയല്ല. പാപങ്ങളൊക്കെ പൊറുക്കണയല്ല. ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണയല്ല. റിലീഫ് പദ്ധതിയിലേക്ക് നൽകിയത് നീ ഏറ്റെടുക്കണയല്ല. ആത്മഹത്യാ ചിന്തകൾ നീ ഞങ്ങൾക്ക് നൽകല്ലയല്ല. അത്തരം മനസ്സ് പിടിവിട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ പൊന്നുമക്കളെ ഇണകളെ നന്നാക്കണയല്ല. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണയല്ല. പ്രവാസികൾക്ക് ഹൈർ നൽകണയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. എന്തെല്ലാം മുറാദ് വെച്ചുകൊണ്ടാണോ ഈ സദസ്സിലിരിക്കുന്നത്, ആ മുറാദുകളൊക്കെ നീ ഹാസുലാക്കണയല്ല. നീ ഹാസുലാക്കണയല്ല. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം
ആരെല്ലാമുണ്ടോ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. അവരെയും ഞങ്ങളെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.